നാടൊട്ടുക്ക് പറഞ്ഞു നടക്കുകയാണ് ഞാനാണ് മുഖ്യമന്ത്രി എന്നിട്ട് എവിടെയൊക്കെയോ ഇരുന്ന് ഏതൊക്കെയോ വനമേഖലയിലൊക്കെ ഇരുന്ന് ചായ കുടിച്ചൊക്കെ തിമിർക്കുന്ന വി സതീശന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്നത്. എവിടെ ജയിക്കാൻ, എന്ത് ജയിക്കാൻ? കണക്കുകൾ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, കണക്കുകൾ വിശദമായി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 140 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MLA-മാർക്ക് വിജയം ഉറപ്പാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്ന സിറ്റിംഗ് MLA-മാർക്ക് വിജയം ഉറപ്പാണെന്ന് രാഷ്ട്രീയ വിശാരദന്മാരും ഇടത് എന്ന് കേട്ടാൽ തന്നെ ചെളിവാരി എറിയുകയും ചെയ്യുന്ന ആളുകൾ കൂടി പറയുന്നു. ഇക്കുറി UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ തന്നെ വലിയ പ്രയാസമായിരിക്കും, ഇടതുമുന്നണി തന്നെ തുടരാനാണ് സാധ്യതയെന്നും. കഴിഞ്ഞ ദിവസം PB അതായത് പോളിറ്റ് ബ്യൂറോയിൽ നടന്ന വിശകലന യോഗത്തിലും കേരളത്തിൽ മൂന്നാമതും ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരും എന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അത് കൃത്യമായി UDF നിരത്തുന്നത് പോലെ പൊള്ളയായ കണക്കുകളല്ല. CPM അല്ലെങ്കിൽ ഇടതുമുന്നണി നിരത്തുന്ന കണക്കുകൾ ബ്രാഞ്ച് തലത്തിലും അവിടെ ബൂത്ത് തലം മുതലുള്ള പരിശോധനാ ലിസ്റ്റുകൾ എടുത്ത് ക്രോഡീകരിച്ച ശേഷമാണ് കണക്കുകൾ നിരത്തുന്നത്. സിറ്റിംഗ് MLA-മാരുടെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. സിറ്റിംഗ് MLA-മാരെ പരാജയപ്പെടുത്താൻ വിമതരല്ല, പാർട്ടി വിട്ടു വന്ന ഐഷ പോറ്റി 8 നിരയിൽ തോക്കും. ഒരു പക്ഷേ എങ്കിൽ അമ്പലപ്പുഴയിൽ H. സലാം തോൽക്കുകയും G. സുധാകരൻ ജയിക്കുകയും ചെയ്യും. അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് കോവളം, പാറശാല വരെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതു മുന്നണിക്കാണ് മേൽത്തൂക്കം മുൻകൈ ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാർ തന്നെ വീണ്ടും വരും എന്ന ഒരു പ്രതീതിയാണ്, അല്ലെങ്കിൽ എന്നൊരു കണക്ക് കൂട്ടലിലാണ് ഇടതു മുന്നണി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ താമരയോ? നേമത്തെ 56 ഇഞ്ചൻ എന്തൊക്കെ ചെയ്തു? കാശ് കൊടുത്തു, മദ്യമൊഴുക്കി, അങ്ങനെ പലതും ചെയ്തിട്ടും 56 ഇഞ്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ തോറ്റ് തുന്നം പാടുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെയും സംസ്ഥാന ഇന്റലിജൻസിന്റെയും ഒക്കെ റിപ്പോർട്ടുകൾ. ഇതൊന്നും പിണറായിയോ അല്ലെങ്കിൽ CPM-ഓ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന കണക്കുകളല്ല. കേന്ദ്ര ഇന്റലിജൻസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. അവരാണ് ഇത് പഠിച്ചിട്ട് പറയുന്നത് വീണ്ടും CPM തന്നെ അല്ലെങ്കിൽ ഇടതുമുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അല്ല ഇക്കാര്യം പറയുന്നതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് BJP ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കോർ കമ്മിറ്റി കൂടിയിട്ട് ഇതുപോലെ അവലോകനം ചെയ്തു. CPM-ന്റെ അവലോകനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ബ്രാഞ്ച് തലം മുതൽ ബൂത്ത് തലം മുതലുള്ള കണക്കുകൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു നിഗമനത്തിലെത്തുന്നത്. UDF-ഉം ഇതുപോലെയുള്ള കണക്കുകൾ ശേഖരിച്ചിട്ടാണ് പറയുന്നത് 110 കിട്ടും. ചിലർ പറയുന്നു ചിലപ്പോൾ ജയിച്ചേക്കാം, ചിലർ പറയുന്നു ഞാൻ മുഖ്യമന്ത്രിയാണ്. അവർക്ക് ഒരു നിലപാടോ അല്ലെങ്കിൽ സ്ഥായിയായ കണക്കുകളോ മുന്നോട്ട് വയ്ക്കുവാനുള്ള യാതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഡേറ്റയും ലഭിച്ചിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഇനി ഞാൻ പറഞ്ഞു തുടങ്ങിയത് BJP-യുടെ കോർ കമ്മിറ്റി യോഗമാണ്. BJP-യുടെ കോർ കമ്മിറ്റി യോഗത്തിൽ എന്താണ് പറയുന്നത്? BJP-യുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പറയുന്നു A+ മണ്ഡലങ്ങൾ എന്ന് അവർ കരുതിയിരുന്നത് പ്രധാനമായും 4 മണ്ഡലങ്ങളാണ്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം, അതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലം, കഴക്കൂട്ടത്ത് V. മുരളീധരൻ മത്സരിച്ച മണ്ഡലം, തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച മണ്ഡലം. ഈ 4 മണ്ഡലങ്ങളിലും അവർ വിജയിക്കുമെന്ന് തന്നെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അവർ 8 നിലയിൽ പൊട്ടും, പ്രതീക്ഷിച്ച വിജയം അവർക്ക് ലഭിക്കുകയില്ല എന്ന കണക്കാണ് BJP തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ ചാത്തന്നൂരിലെ ഗോപകുമാർ, അതുപോലെ പൂഞ്ഞാറിലെ PC ജോർജ്, പാലായിലെ ഷോൺ ജോർജ്, കൃഷ്ണദാസ്, അതുപോലെ തുടങ്ങിയ കുറേ ആളുകളില്ലേ, ഇവരൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ A+ അല്ല, A ക്ലാസ്, +1 ക്ലാസ്, അങ്ങനെയൊക്കെ അവരുടെ തരംതിരിച്ചുള്ള ലിസ്റ്റുകളാണ്. അവരാരും തന്നെ ജയിക്കുകയില്ല എന്നാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും മറിമായം നടക്കണമെന്നാണ് BJP പറയുന്നത്. മറിമായം നടക്കുന്നതിന്റെ സൂചനകളാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞത്. കൈപിടിച്ച് താമര വിരിയുന്ന 15ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടാകാം. അതിന് അവർ എന്ത് കടുങ്കയും ചെയ്യും. EVM മെഷീനൊക്കെ ഹാക്ക് ചെയ്യുവാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഹാക്ക് ചെയ്ത് എവിടെ കുത്തിയാലും താമരയ്ക്ക് തന്നെ പോകുന്ന സ്ഥിതിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ വെല്ലുവിളിയാകും. അത് മാത്രമേ ഉള്ളൂ ഭയക്കേണ്ടത് എന്ന് മറ്റു മുന്നണികൾക്കും അറിയാം. നിലവിൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളം ഇടതുമുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്താണ് നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള മുഖ്യമന്ത്രിയാകാനൊക്കെ കുപ്പായം തുന്നി തേച്ചു വച്ചിരിക്കുന്ന ആളുകളൊക്കെ വലിയ വിഷമത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.